എല്ലാവർക്കും നമസ്കാരം. പൂജയിൽ ചെറുനാരങ്ങയുടെ പ്രാധാന്യം എന്താണെന്ന് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്. പൂജയിൽ എന്ന് പറയുമ്പോൾ ചെറുനാരങ്ങ നമ്മൾ ദേവന് മാലയായിട്ട് ചാർത്തുന്ന രീതിയുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിക്കും ഗണപതിക്കും ഒക്കെ വളരെ വിശേഷമാണ് നാരങ്ങാമാല. അത് ഉദ്ദിഷ്ടകാര്യ സിദ്ധിക്കും നമ്മളുടെ ഉള്ളിലത്തെ ദോഷങ്ങൾ മാറാനും ഒക്കെ വേണ്ടിയിട്ട് പലരും ചാർത്തുന്നത് കണ്ടിട്ടുണ്ട്. ഇത് ദോഷനിവാരണത്തിനും നമ്മളെ ഒരു വിശേഷമായിട്ടുള്ള കാര്യങ്ങൾ സാധിച്ചെടുക്കാനൊക്കെ ഗണപതിക്ക് ചെയ്യുന്ന രീതിയുണ്ട്. അതുപോലെ സുബ്രഹ്മണ്യ സ്വാമിക്കും നാരങ്ങാമാല ചാർത്തുന്ന രീതിയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അതുകൂടാതെ നാരങ്ങയുടെ തോടെടുത്തിട്ട് അതിൽ എണ്ണ നിറച്ച് ഭഗവതിക്ക് ദേവിക്ക് നാരങ്ങാ വിളക്കായിട്ട് കത്തിക്കുന്ന രീതി കണ്ടിട്ടുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഒരു പ്രത്യേക കാര്യം നേടിയെടുക്കാനും ഫലസിദ്ധിക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ നാരങ്ങയുടെ ഒരു പ്രത്യേകത തന്നെ എന്താണ്? ദോഷങ്ങളെ മുഴുവൻ മാറ്റി നിർത്തി നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള ഊർജം തരുന്ന ഒരു പഴമാണ് ശരിക്കും പറഞ്ഞാൽ നാരങ്ങ. മഹാലക്ഷ്മിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ട് ഗൃഹങ്ങളിലൊക്കെ ഇത് സൂക്ഷിക്കാറുണ്ട്. പിന്നെ ഈ കണ്ണ് ദോഷങ്ങൾ, ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ വീട്ടിലൊക്കെ കെട്ടിത്തൂക്കുന്ന രീതിയുണ്ട്. പുതിയ വാഹനമാണെങ്കിൽ മുളകും നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും. പുതിയ വാഹനത്തിൻ്റെ മുമ്പിലൊക്കെ ചരടിൽ മുളകും നാരങ്ങയൊക്കെ കെട്ടിത്തൂക്കുന്ന രീതിയുണ്ട്. ഇതൊക്കെ ദൃഷ്ടിദോഷം മാറാൻ ഏറ്റവും നല്ലതാണ്. ചില സ്ഥലങ്ങളിൽ അല്ലെ സ്ഥാപനങ്ങളിൽ ഗൃഹങ്ങളിലൊക്കെ ഒരു ഗ്ലാസ്സിൽ ഒരു വെള്ളം നിറച്ച് നാരങ്ങ ഇട്ട് വെക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതും ഇത് തന്നെയാണ്. കണ്ണ് ദോഷം മാറുക അല്ലെങ്കിൽ ദൃഷ്ടിദോഷം മാറുക. നമ്മൾ ഒരു കടയിലേക്കൊക്കെ ചെന്ന് കയറുമ്പം തന്നെ നമ്മളുടെ കണ്ണ് ചിലപ്പോൾ ആദ്യം അതിലേക്കായിരിക്കും പോവുക, ഇങ്ങനൊരു സംഭവമൊക്കെ ചെയ്തു വെച്ച് കണ്ടാൽ. അപ്പം അങ്ങനെ അതിലേക്ക് നമ്മളുടെ ദൃഷ്ടി പോകുമ്പോൾ, ദൃഷ്ടിദോഷമുള്ള ആൾക്കാർ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ ദോഷം അതിലേക്ക് മറഞ്ഞു പോവുകയും ആ സ്ഥാപനത്തിന് ദോഷകരമാവുന്ന രീതിയിൽ നിൽക്കാതെ അത് മറഞ്ഞു പോവുകയും ചെയ്യുന്നു. അങ്ങനെ ആ സ്ഥാപനത്തിന് അത് ഗുണമായിട്ട് മാറുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം നാരങ്ങ ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ മാറ്റിയിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു ഊർജം തരുന്ന ഒരു കാര്യവും കൂടെയാണ്. കൂടാതെ പലതരത്തിലുള്ള രോഗങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നാരങ്ങ ഔഷധക്കൂട്ടുകളിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ മനസ്സിനെ തന്നെ സ്വസ്ഥത നഷ്ടപ്പെടുന്ന സമയത്ത് ഒരു ചെറുനാരങ്ങ എടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് വാസനിച്ച് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാം നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു മനസ്സിൻ്റെ ഒരു വിഷമത മാറിയിട്ട് ഒരു പോസിറ്റീവ് എനർജി വരും. അതുപോലെ അത്രയ്ക്ക് കഴിവുള്ളൊരു കാര്യമാണ് ചെറുനാരങ്ങ. അപ്പോൾ ചെറുനാരങ്ങയ്ക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. പൂജാകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്, ദൃഷ്ടിദോഷം മാറാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ പുതിയ വാഹനമൊക്കെ എടുത്താൽ അതിൻ്റെ ടയറിൻ്റെ ഉള്ളിൽ നാരങ്ങ വെച്ച് ഉടച്ചതിന് ശേഷം മുമ്പോട്ട് പോകുന്ന രീതിയുണ്ട്. ഇതൊക്കെ ദൃഷ്ടിദോഷം മാറാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറെയും ചില കാര്യങ്ങളുണ്ട്. നമ്മളൊരു പുതിയൊരു സംരംഭത്തിന്, പുതിയ കാര്യത്തിനൊക്കെ പോകുമ്പോൾ ചെറുനാരങ്ങ നിലത്ത് വെച്ച് കാലുകൊണ്ട് അമർത്തി തട്ടിത്തെറിപ്പിച്ച് പോകുന്ന രീതിയുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ദോഷനിവാരണത്തിനും നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ മാറാനൊക്കെ വളരെ നല്ലതാണ്. അപ്പം എല്ലാവർക്കും മഹാഗണപതിയുടെയും സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒക്കെ അനുഗ്രഹം ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.